വെൽക്കം ടു വേൾഡ് മെലോ. 2024 PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഓപ്ഷൻ എ ആണ് ഉത്തരം 7. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം റൂദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം 18. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഓപ്ഷൻ ബി ആണ് ഉത്തരം കാർമോയ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഭ്രമണചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ ആണ് ഉത്തരം രാകേഷ് ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനം എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം അപവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം 4 ഡയോപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത്? റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം കാർബൺ 14. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 746 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പിണ്ഡം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ഫലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ഫലം. ഓപ്ഷൻ സി ആണ് ഉത്തരം ഘർഷണബലം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം സമവർത്തുള ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഓപ്ഷൻ ബി ആണ് ഉത്തരം റേഡിയോ തരംഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 7.4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം.
സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഓപ്ഷൻ എ ആണ് ഉത്തരം, നിക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബോയിൽ നിയമമാണ്. ബോയിൽ നിയമത്തിന് ഉദാഹരണമാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹീലിയം. അടുത്ത ക്വസ്റ്റ്യൻ, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ 1, വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഓപ്ഷൻ 2, പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. ഓപ്ഷൻ 3, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ 1, വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഓപ്ഷൻ 3, റിയൽ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ 1, പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ഓപ്ഷൻ 2, പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഓപ്ഷൻ 3, പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ 1, പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ഓപ്ഷൻ 2, പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഓപ്ഷൻ 3, പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3ആം പീരിയഡും 1ആം ഗ്രൂപ്പും. അടുത്ത ക്വസ്റ്റ്യൻ, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ 1, വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. ഓപ്ഷൻ 2, വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ഓപ്ഷൻ 3, വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ 2, വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ഓപ്ഷൻ 3, വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ക്വാണ്ടം ഡോട്ട്സുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. അടുത്ത ക്വസ്റ്റ്യൻ, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുറയുന്നു. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? കറക്റ്റ് ഈക്വേഷൻ കണ്ടുപിടിക്കാനാണ്. W0 പ്രവൃത്തിയാണ്, F ബലമാണ്, P പവർ ആണ്, T സമയമാണ് എങ്കിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. വർക്ക് ഈസ് ഈക്വൽ ടു P ഇൻറ്റു T. പ്രവൃത്തി ഈസ് ഈക്വൽ ടു പവർ, പവർ ഇൻറ്റു ടൈം, സമയം. അടുത്ത ക്വസ്റ്റ്യൻ, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക, അതായത് വായുവിന്റെ പ്രസൻസ് ഇല്ലാതെ. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 ഒരുമിച്ചെത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അലുമിനിയം.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. pH 5.5 താഴെ. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. O2, O3 ആൻഡ് O4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ബ്രോമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ 1, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ 2, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ 3, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ 1, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ 3, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര് ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. അടുത്ത ക്വസ്റ്റ്യൻ, പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.